സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, മറിയത്തിന് ലഭിക്കുന്ന മംഗളവാർത്തയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും നസ്രത്തും ഗലീലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പറയുമ്പോൾ അതിന് വ്യക്തതയുണ്ട്. എന്നാൽ രണ്ടാമതായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല. ഒരിക്കലും ഒരു തെളിവില്ലാത്ത കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തായി നമ്മൾ കാണുന്നത്. ഒരു കന്യക ഗർഭം ധരിക്കുക, ഒരു പുത്രനെ പ്രസവിക്കുക, അതൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അതിന് വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. കാരണം പഴയ നിയമത്തിലൊക്കെ വന്ധ്യയായിരുന്നിട്ടുള്ളവർ ഗർഭം ധരിച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും കന്യക ഗർഭം ധരിച്ച ഒരു സംഭവം ഒരിക്കലും ഒരു തെളിവായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ മറിയം വിശ്വാസത്തോടെ സ്വീകരിക്കുന്നത് നമുക്ക് പ്രചോദനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അവ്യക്തമായിട്ടുള്ള കാര്യത്തിന് മറിയം സ്വയം സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ വിശ്വാസമുണ്ടാകണം. ഈ മറിയത്തിന്റെ ഈ മനോഭാവം നമുക്കും ഉണ്ടാകണം. ദൈവം നമ്മോട് മംഗളവാർത്തയായിട്ട് നൽകുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സിന്റെ തുറവി നമുക്കും ഉണ്ടാകണം, മറിയത്തെ പോലെ. രണ്ടാമതായിട്ട് സദ്വാർത്ത നമുക്കറിയാം. കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചതാണ് ആദ്യത്തെ സദ്വാർത്ത എന്ന് പറയുന്നത്. ദൈവം നൽകുന്ന സദ്വാർത്ത, സുവിശേഷം. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു സദ്വാർത്തയായിട്ട് മാറാം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നന്മ പകരുന്ന, കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു സദ്വാർത്തയായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവിനെ പോലെ നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ പറയുകയും നല്ല കാര്യത്തിനായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ നമ്മളും ഒരു സദ്വാർത്തയായിട്ട്, ഒരു മംഗളവാർത്തയായിട്ട് നമ്മൾ മാറുകയാണ്. മൂന്നാമതായിട്ട് മാലാഖയുടെ റോള് നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ മാലാഖയെ പോലെ സദ്വാർത്ത കൊടുക്കുന്ന വ്യക്തികളായി നമ്മളും മാറും. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് സദ്വാർത്തയുമായിട്ട് കടന്നു വരുന്നത് ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടിയായ നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കാം, നമ്മുടെ അയൽവക്കത്തുള്ളവരായിരിക്കാം. ദൈവം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളെന്ന് എഴുതിത്തള്ളുന്നവരായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് സദ്വാർത്ത കൊണ്ടുവരുന്നവർ. ദൈവത്തിന്റെ ആ സദ്വാർത്ത സ്വീകരിക്കുവാനായിട്ടുള്ള തുറവി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും മറിയത്തെ പോലെ സ്വീകരിക്കുവാനും മാലാഖയെ പോലെ സദ്വാർത്ത കൊണ്ടുചെല്ലുവാനും യേശുവിനെ പോലെ ഒരു സദ്വാർത്തയാകുവാനും വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ ചെയ്യുവാനായിട്ട് കിട്ടിയ അവസരങ്ങൾ, ഒരു സദ്വാർത്തയാകുവാനായിട്ട് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ